സ്വോത്രം സ്വോത്രം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1, 2, 3, 4 വാക്യങ്ങളുടെ കണ്ടിന്യൂഷനാണിത്. സ്വോത്രം. പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള ഏക വഴി യേശു ക്രിസ്തു മാത്രമാണ്. ഈ വടക്കേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കന്യാസ്ത്രീമാരെ തല്ലിച്ചതച്ചു, പാസ്റ്റർമാരെ തല്ലിച്ചതച്ചു. ഇതൊക്കെ ഒന്നുണ്ടാകാം. ഇനിയിപ്പോൾ തുടങ്ങാൻ പോവുക, കേരളത്തിലൂടെ വരാൻ പോവുക. നല്ല ആത്മശക്തി പ്രാപിച്ച് നല്ല ദൈവകൃപയെ ജ്വലിച്ച് നിന്നില്ലെങ്കിൽ അടി നമുക്കും കിട്ടും. എന്നോട് ദൈവദാസനായ സി സി അപ്പച്ചൻ പഠിപ്പിച്ച എന്താണെന്നറിയോ? മരിക്കാൻ ഒരുങ്ങിക്കൊള്ളാൻ എന്നോട് പറഞ്ഞു. ഈ വചനം പ്രസംഗിച്ച് മരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ചിലപ്പോൾ പെന്തക്കോസ്തുകാരെന്നതിനെ നിങ്ങൾ തല്ലിക്കൊല്ലും. കാരണം അങ്ങനെയാ, അവർക്ക് ഇതൊന്നും പറയണ ഇഷ്ടമല്ല. അവർക്ക് ഈ പത്യോപദേശം പുതിയ നിയമമൊക്കെ പറയുമ്പോൾ അവർക്ക് നീറ് കടിക്കുന്ന പോലെ കടിക്കുക. എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് ഈ ഉപദേശം കിട്ടിയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, ദൈവത്തോട് നിലവിളിക്ക്. കർത്താവ്, ഏത് ഉപദേശമാണ് ഞാൻ അനുസരിക്കേണ്ടത്? ദൈവത്തോട് പറ, ദൈവം നൽകിത്തരും. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യാംശം ഏതാണ്? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ വാക്യം, നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത. ഞാനൊരു ബുദ്ധിഹീനനായിട്ടെങ്കിലും നിങ്ങൾ എന്നെ കണ്ടോ? കുഴപ്പമില്ല, പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ശ്രദ്ധിച്ചു കേട്ടോണേ. ദൈവത്തിൻ്റെ എരിവ്, ദൈവത്തിൻ്റെ മനസ്സലിവ്. ഒരു ദൈവവൃത്തിന് വേണ്ടുന്നത് അതാ. ഒരു പാസ്റ്ററിന് വേണ്ട സ്വഭാവം ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ എരിവ്. ജനം നശിച്ചു പോകുന്നല്ലോ എന്നോർത്ത് അവൻ ആത്മാവിൽ എരിവുള്ളവനായിരിക്കണം. വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കാശും പേടിച്ച് തിന്നിട്ട് അവരെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നവനല്ല ഒരു ശുശ്രൂഷകൻ. അവരെ സ്വർഗത്ത് കൊണ്ടെത്തിക്കണം. ഒരു പാസ്റ്റർ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവവചനം പ്രസംഗിച്ച് അവരെ നടത്തി അവരെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഒരുക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവരെ വ്യാപാര ശക്തിക്കൊത്തുകൊണ്ട് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതാണ് ഒരു പാസ്റ്ററിൻ്റെ ചുമതല. മോശയുടെ പ്രമാണത്തിൽ തികഞ്ഞവനാക്കാനല്ല. മോശയുടെ പ്രമാണം വേറെ കൂട്ടർക്കുള്ളതാ. മോശയുടെ പ്രമാണം, ക്രിസ്തുവിൻ്റെ പ്രമാണം, 2 പ്രമാണം വേദപുസ്തകത്തിലുണ്ട്. അതിനാ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം, മറ്റേ മോശയുടെ പ്രമാണം. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല. പഴയ നിയമം പുതിയ നിയമം തമ്മിൽ കൂട്ടിക്കെട്ടി സംഗതി ഡേഞ്ചറാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കോടിത്തുണിക്കണ്ടം പടത്തുണിക്കണ്ടവും തമ്മിൽ കൂട്ടിക്കെട്ടിയാൽ എന്ത് പറ്റും? ചീന്തൽ വലുതായി. പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരാറില്ല. ഇതൊക്കെ പഴയ നിയമം പുതിയ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ്. ഇനി വേണ്ട, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ പല പ്രാവശ്യം പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. പുതിയ സഹോദരൻ നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ ഇത്രയും കുറച്ചുകൂടി വിശദമായിട്ടത് ഒന്ന് പറയുന്നത്. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. എന്ത് പറയുന്നു? കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവ്വന്മാരോട് അല്ലിയത് നിങ്ങൾ കേട്ടു. ന്യായപ്രമാണത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ശിഷ്യന്മാരോട്, മോശിക പ്രമാണത്തിൽ നിലനിൽക്കുന്നവരോടാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാരം എന്ന് പറഞ്ഞാലോ ന്യായാധിപതി നമ്മുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാലോ അഗ്നിതരകത്തിന് യോഗ്യനാകും. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർമാർ എന്നെക്കുറിച്ച് ഈ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നശിച്ചു പോകും. കാരണം പുതിയ നിയമ വ്യവസ്ഥ മാറ്റി ദൈവം ഇവിടെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ അറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് ശത്രുക്കളോട് എതിർക്കരുത്. നിന്റെ വലകൻ ചെകിടത്ത് അടിക്കുന്നവന് ഇടതും കാണിച്ചു കൊടുക്കുക. കൂട്ടുകാരനെ സ്നേഹിക്കുമെന്നും ശത്രുവിനെ പയക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മോശയുടെ പ്രമാണത്തിൽ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഒരു സഭാവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ കോടതിയിൽ കേസുമായിട്ട് കയറി ഇറങ്ങി ഞെരങ്ങിയല്ലേ പെന്തക്കോസ്തുകാര്. രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ടാ പോകുന്നത്. അപ്പോൾ വല്ല ഗുണം കിട്ടുമെന്ന് അവൻ്റെ വിചാരം.
ഒരു ഗുണം ഉണ്ടാവില്ല. രണ്ടു കൂട്ടരും നരകത്തിലേ പോവുള്ളൂ. ഞാൻ 1 കൊരിന്ത്യർ 6-ാം അധ്യായം പഠിച്ചപ്പോൾ കോടതി കയറുന്നത് അന്യായമാണെന്ന് പൗലോസ് പഠിപ്പിച്ചു. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷൻ ആരായിരിക്കണം? ദൈവത്തിന്റെ എരിവ് അവനുണ്ടായിരിക്കണം. ഒരാത്മീക എരിവ്. അന്യായമായ എരിവാണ് ഇന്ന് പലർക്കും ഉള്ളത്. അതല്ല, ആത്മീകമായ നല്ലൊരു എരിവ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സഭായോഗങ്ങൾ കടന്നു വരുമ്പോൾ എരിവൂടെ കടന്നു വരണം. പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് വചനം കേൾക്കാൻ ഇടയാകണം. അത് കേട്ട് അനുസരിപ്പാൻ കൃപ തരണം. ഒരു കപട നിലം പോലെ ദിവസത്തിലായിരിക്കണം. വചനം കേട്ട് 100 പേര് വിളയത്തക്ക നിലയിൽ എൻ്റെ ക്രിസ്ത്യ ജീവിതമായി തീരണം എന്ന് നമ്മൾ പഠിച്ച് ആ വചനങ്ങൾ അനുസരിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ചാൽ നമുക്കത് ഉണ്ടാകും. എൻ്റെ ക്രിസ്ത്യ ജീവിതം നീണ്ട 25 വർഷത്തിന് ശേഷമാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായത്. അത് പുതിയ നിയമം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്. അതുവരെ ഒരു ഗുണവുമില്ലായിരുന്നു. ഒരു സാധാ ബന്ധോക്കോസറിനായിട്ട് ജീവിച്ച് നരകക്കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങ് എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പാടാൻ സമയമില്ല. പാട്ടിനൊന്നും ഞാനെതിരല്ല. ഈ അർത്ഥങ്ങളില്ലാത്ത പാട്ടും തെറ്റായ ആശയങ്ങളുള്ള പാട്ടും പാടി തിമിർക്കുകയാണ് ഇന്നത്തെ ബന്ധക്കോസുകാർ. പഴയ ഭക്തന്മാർ എഴുതിയ പാട്ടിനെയൊക്കെ കൊല ചെയ്തിട്ടിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. ഇവിടെ നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത, ഞാനൊരു ബുദ്ധിയില്ലാത്തവനെ പോലെ നിങ്ങൾ എന്നെ കരുതിയാലും കൊള്ളായിരിക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയിപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:2 നമ്മൾ പ്രവേശിച്ചു. അപ്പൊ പുതിയ നിയമസഭ ആരാ ഇപ്പോ? പറഞ്ഞേ, ഈ വായിച്ച വാക്യപ്രകാരം പുതിയ നിയമസഭ ആരാ? മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യക. മണവാട്ടിയല്ല. മണവാട്ടി പദത്തിലേക്ക് പിന്നെ ചെന്ന് ചേർത്തുള്ളൂ. കല്യാണം കഴിക്കാതെ എങ്ങനെ മണവാട്ടിയാകുന്നത്? ഇപ്പൊ പലരും പാടിക്കൊണ്ട് ഞങ്ങൾ മണവാട്ടി സഭയാണ്, മണവാട്ടി സഭയാണ്. പറഞ്ഞുകൊണ്ടിരിക്കാം, സന്തോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. മണവാട്ടി ആകണമെങ്കിൽ നിർമ്മല കന്യകയായി ജീവിച്ച് മണവാളം വന്ന് വേലി കഴിച്ച് സ്വർഗത്ത് കൊണ്ടുപോകുമ്പോഴാണ് മണവാട്ടിയാകുന്നത്. നമ്മുടെ അയൽവക്കത്ത് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരവസ്ഥ ഉണ്ടായെന്ന് വെച്ചോ. വിവാഹ നിശ്ചയം, പെണ്ണും ചെറുക്കനൊക്കെ വന്നു. അപ്പോൾ അവരെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ അയൽവാസികൾ പറയും, അതാ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ചെറുക്കനാണ് ആ പെണ്ണ്. IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന പെണ്ണും അവനും IT ഫീൽഡ്, രണ്ടുപേരും IT ഫീൽഡ് ജോലി, വിവാഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചെറുക്കനും പെണ്ണുമാണെന്നേ പറയത്തുള്ളൂ, അല്ലാതെ മണവാട്ടിയാണെന്ന് പറയും അവർ. എന്നാലും 2-3 ആഴ്ച കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ആ വീട്ടിൽ വന്ന് തിരിച്ചിറങ്ങി പോകാൻ നേരത്തെ ഇതാ പോകണം മണവാളിൻ്റെ മണവാട്ടി. അറിയെന്താ? വിവാഹം കഴിഞ്ഞു. ഇന്ന് പലരും മണവാട്ടികളാണെന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, അതൊക്കെ മണ്ടത്തരത്തിൻ്റെ മണ്ടത്തരമാ. മണവാട്ടി പദത്തിൽ ചെന്നെത്തണമെങ്കിൽ എന്തു വേണം? നിർമ്മലത കാത്തു സൂക്ഷിക്കണം. നിർമ്മല കന്യകയായി ജീവിക്കണം. ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധമായി ജീവിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കണം. ഈ നിർമ്മല കന്യക എന്നുള്ളതിന് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ പഠിച്ചാൽ അത് ചേസ്റ്റ് വെർജിൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പദം. ചില കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളൊക്കെ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ഞാനത് ഡിക്ഷണറി എടുത്ത്, എൻ്റെ കയ്യിൽ 2 ഡിക്ഷണറി ഉണ്ട്, മലയാളം ഇംഗ്ലീഷ് ബൈബിളും. എന്തെങ്കിലും സംശയം വന്ന് അപ്പം ഞാൻ ഡിക്ഷണറി നോക്കും. നോക്കിക്കഴിഞ്ഞപ്പോൾ ചേസ്റ്റ് വെർജിൻ എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അർത്ഥം? മനസ്സ വാച കർമ്മണ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മറ്റൊരു പുരുഷനെ ധ്യാനിക്കാത്തവൻ, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവൻ, മറ്റൊരു പുരുഷനുമായിട്ട് യാതൊരു ഇടപാടും ഇല്ലാത്തവൻ. പിന്നെ ആരുമായിട്ടാ ബന്ധം? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ക്രിസ്തുവുമായിട്ട് മാത്രം ബന്ധം.
കർത്താവിൻ്റെ ഉപദേശവുമായിട്ട് മാത്രം ബന്ധം, ക്രിസ്തുവിൻ്റെ പ്രമാണം മാത്രം അനുസരിച്ച് ജീവിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അപ്പൊ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുക, അതാ നിർമ്മല കന്യക. സങ്കീർത്തനവും പാടി വചന പ്രമാണവും കേട്ട്, പിന്നെ 150-ാം സങ്കീർത്തനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ, നിന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ, അവൻ്റെ സന്തതി എന്ത് ചെയ്യുക, ശാപഗ്രസ്തമായിക്കട്ടെ. 109-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചോണം, സംശയമുള്ളവരെ എടുത്ത് വായിച്ചോണം. വായിക്കുമ്പോൾ അതിൽ ദാവീദ് സഹോദരനെതിരെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും നമ്മൾ. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ, അവൻ്റെ ആഹാരമില്ലാതെ നടക്കട്ടെ, അവർ തെണ്ടി നടക്കട്ടെ, അവൻ ശപിക്കപ്പെട്ടു പോകട്ടെ. കാരണം എന്താ? ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അതാണെന്ന്. അബ്രഹാമിനെ കുറിച്ച് എന്താ പറയുന്നത്? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു വേദോസ്തം പറയുന്ന ഭാഷ എന്താ? പറ. ദൈവത്തിൻ്റെ സ്നേഹിതൻ അല്ലേ? എത്ര വലിയ മനുഷ്യനാ അബ്രഹാമിനെ പോലൊരു വിശ്വാസവീരൻ പുസ്തകത്തിലുണ്ടോ? സ്വന്തം സഹോദരനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അഭ്യാസികളെ കൊണ്ടുചെന്ന് യുദ്ധം ചെയ്ത് എല്ലാത്തിനെയും തല്ലിക്കൊന്ന് സഹോദരനെ എന്ത് ചെയ്തു? പിടിച്ചോണ്ട് വന്നു. ഉൽപ്പത്തി പുസ്തകങ്ങളിൽ അടിയും വെട്ടും കുത്തും ഒക്കെ കാണുന്നില്ലേ നമുക്ക്? ന്യായപ്രമാണ പുസ്തകത്തിൽ എന്താ എഴുതിയേക്കുന്നത്? മുഴുവൻ അത് തന്നെയല്ലേ? എന്നാ കർത്താവ് എന്താ പറഞ്ഞേ? നിന്റെ ശത്രുവിനെ പകയ്ക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക. സ്നേഹിക്കുന്ന പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണമല്ലേ? ക്രിസ്തുവിൻ്റെ ഉപദേശമല്ലേ? ഒരു പാസ്റ്റർ പറയുന്ന ഉപദേശം അതിനേക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഈ പാസ്റ്ററിന് പുള്ളി ഇഷ്ടമല്ല. അതെന്ത് സ്വഭാവം അത്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ബാബു ജോൺ എന്ന് പറഞ്ഞ് ലണ്ടനിൽ നിന്നൊരു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്. അത് എവിടെ ഇരിക്കുന്നതെന്നറിയോ? വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. പക്ക രോഗിയായിരുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ദൈവം അദ്ദേഹത്തോട് നിങ്ങൾ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. നീ എൻ്റെ വചനം പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഇന്നും സുന്ദരനായിട്ട് വീൽ ചെയറിലിരുന്ന് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെല്ലാം അറുത്ത് മുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക പുള്ളി. ഒരു പ്രസംഗം കേട്ടാൽ കണ്ടം വഴി ഓടും ഇന്നത്തെ പാസ്റ്റർമാർ. എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. പാസ്റ്റർ ബാബു ജോൺ, ലണ്ടൻ, മനോഹരമായ നിലയിൽ ദൈവവചനം പറയുന്നുണ്ട്. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ചില അപാകതകളൊക്കെ അതിൽ കണ്ടെന്ന് വരെ നമ്മൾ നോക്കണ്ട. പൊതുവേ ആവറേജ് ദൈവവചനത്തിൻ്റെ പത്യോപദേശം അദ്ദേഹം ശക്തിയോടെ പറയുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അദ്ദേഹത്തിൻ്റെ ദർശനം ഒരിക്കൽ ഞാൻ പ്രസംഗിച്ചു, ഇങ്ങനെ ഒരു വാച്ച് ചെയ്തപ്പോൾ ഇന്നലെ കണ്ടു. റോമാലേഖനത്തിൽ ഒരു വാക്യം എടുത്ത് പുള്ളി പ്രസംഗിച്ചു. ആ വാക്യം ഇതാണ്: തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ നിയമിച്ചു. പുത്രൻ്റെ സ്വരൂപത്തോട്, ഇതാണ് ക്രിസ്ത്യാനിറ്റി. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി പുതിയ നിയമത്തിൻ്റെ ഡീപ്പായ പഠനം നടത്തുന്ന ആളാണ്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരം പുതിയ നിയമ വിശ്വാസിയെ, പ്രിയ പാസ്റ്ററെ, നിനക്കും എനിക്കും കിട്ടണം. അതിനാണ് ഈ കണ്ഠക്ഷോഭം, അതിനാണ് ഈ പ്രസംഗം, അതിനാണ് ഈ ദൈവവചനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറെ ഒന്നിനുമല്ല. നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്താനോ, നിങ്ങളെ ആരെയും തേജോവധം ചെയ്യാനോ, നിങ്ങളെ ആരെയും കരിവേലി തേക്കാനോ ഒന്നുമല്ല. നമുക്ക് യേശുക്രിസ്തുവിനെ പോലെയുള്ള ശരീരം കിട്ടണം. ആ ശരീരം കിട്ടിയാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഓരോ ദൈവവചന പ്രഘോഷണങ്ങളും, ഓരോ ആരാധനകളും, ഓരോ സഭായോഗങ്ങളും, ഓരോ കൂടിവരവുകളും നമ്മെ തന്നെ നിർമ്മലീകരിക്കാൻ, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ, നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മെ തന്നെ കാത്തുകൊള്ളുവാൻ, നമ്മെ തന്നെ വചനത്തിൽ കൂടി വളർച്ചയിലേക്ക്, ആത്മീയ വളർച്ച, ആത്മീയ വർധനം, ആത്മീയ നിറവിലേക്ക് നടത്തപ്പെടാനാണ് കൂട്ടായ്മ. അല്ലാതെ എന്ത് കൂട്ടായ്മ? ഹല്ലേലൂയ! എന്ത് കൂട്ടായ്മ? ഇന്ന് ഇങ്ങോട്ട് കടന്നു വന്നൊരു 3-4 പാട്ടൊക്കെ പാടി, ഒരു സങ്കീർത്തന ശീലം വായിച്ച്, ദാവീദ് അതിലേ പോയി, മോശ ഇതിലേ പോയി, ദാവീദ് ഉലാവാൻ പോയി. ദാവീദ് ഉലാവാൻ പോയത് എന്തിനാ? പാപം ചെയ്യാനല്ലേ?
വേദോസ്തം പഠിച്ച ആളായിരിക്കുന്നു. ഇപ്പം നമ്മളും എന്ത് ചെയ്യണം? ഉലാവാൻ പോകണം അതുപോലെ. എന്താ അതിന് തക്ക അടി കിട്ടിയില്ലേ ദാവീദിന്? പഴയ നിയമത്തിലെ പ്രമാണം അനുസരിക്കാത്തവർക്ക് തക്ക അടി കിട്ടിയില്ലേ? പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഉപദേശിയാരാ? പാസ്റ്റർ മോശ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? മോശയെ പോലെ പോകാൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല എന്ന പൊത്തം പറയില്ലേ? മോശയ്ക്ക് എന്ത് പറ്റി? വാഗ്ദത്ത കനാലിൽ കാലുവയ്ക്കാൻ പറ്റിയില്ല. എന്തോ പറ്റി? നീ പാറയെ അടിച്ചു, കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നീ അടിച്ചു. പിന്നെ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു മണലിൽ കുടിച്ചു മൂടി. 2 പാപം. അവന്റെ ശുശ്രൂഷ പിസ്കാ കൊടുമുടി വെച്ച് തീരുക. ഭക്തനായ യോശുവയെ പ്രാർത്ഥിച്ചാക്കി മോശയെ കാലയവനിക്കുള്ളിലേക്ക് ദൈവം മാറ്റി. മോശയ്ക്ക് വേറെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് കർത്താവ് അത് ചെയ്തു, അത് വേറെ വിഷയം. പക്ഷെ മോശയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത കനാലിൽ കാല് വയ്ക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് പെന്തക്കോസ്തുകാർ, പാസ്റ്റർമാരും വിശ്വാസികളും നന്നായിട്ട് മനസ്സിലാക്കണം. ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് മോശയെ ദൈവം നടത്തിയതോ ആ വാഗ്ദത്ത കനാലിൽ കാല് വെക്കാതെ വഴിയിൽ വെച്ചവൻ പട്ടുപോയി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും പറയുന്നത്, കണ്ടോ, ഞാൻ സങ്കീർത്തനം പ്രസംഗിക്കുന്ന ആളാ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കാൻ. പുത്രനെ ചുംബിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? പുത്രന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ. അല്ല എന്താ? എന്റെ ദൈവം, ഇതൊക്കെ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞങ്ങളുടെ ഉപദേശിയോട് കയറി കൊമ്പ് കോർത്തു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ശാന്തമായിട്ട് ഇരുന്ന് പഠിക്കേ, ഇങ്ങോട്ട് കയറി ചോദ്യമൊന്നും ചോദിക്കാതെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. പഠിച്ച് വന്നപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവം മനസ്സിലായി. ഈ 94 പറയുന്നതിൽ സത്യമുണ്ട്, കഴമ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വീഡിയോ കാസറ്റിലുണ്ട്. കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ ഞാനത് എടുത്തിട്ട് മൊബൈലിലോട്ട് കയറ്റി ലാപ്ടോപ്പിൽ നിന്ന് പേസ്റ്റ് ചെയ്ത് മൊബൈലിൽ കയറ്റിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കണം. പാസ്റ്റർ CC ജോർജിൻ്റെ മെസ്സേജുകൾ 5-8 മെസ്സേജുകളുണ്ട്. കേൾക്കണം. നമുക്കൊക്കെ എന്താ അറിയാം വേദപുസ്തകത്തെക്കുറിച്ച്? ഒന്നും അറിയത്തില്ല. ഒരിച്ചിരി അറിയാമെന്നും പറഞ്ഞ് കൊണ്ടങ്ങ് ചാടുകയാണ്. ഒന്നും അറിയത്തില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് പോലും വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളൊന്നും വേണ്ട രീതിയിൽ അറിയത്തില്ല. കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ മരണസമയത്തും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവപ്പെടുത്തുകൾ ശവപ്പെട്ടി വയ്ക്കുമ്പോഴും ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും, ഞാൻ മനസ്സിലാകാനുണ്ടാകും. അതാണ് എൻ്റെ ചിന്ത. ഈ പ്രവചന പുസ്തകങ്ങളിലെ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? എന്തെല്ലാം കടിച്ചാൽ പൊട്ടാത്ത വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രസംഗം മുഴുവൻ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ ഒരുവിൽ പോകണം. അതാണ് എൻ്റെ പ്രസംഗം, മറ്റൊന്നുമല്ല. ഇതെല്ലാം കൂടി പഠിച്ചെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളെല്ലാം പഠിച്ച് ഒന്നുപോലും വിടാതെ പഠിച്ച് എൻ്റെ അർത്ഥങ്ങൾ ഗ്രഹിച്ച് സ്വർഗത്ത് പോകാൻ ആർക്കും പറ്റത്തില്ല. കുറച്ചൊക്കെ പറിച്ച്, കുറച്ചൊക്കെ പഠിച്ച്, കുറച്ചൊക്കെ പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൻ്റെ പണ്ഡിതന്മാർ ആരും ലോകത്തിലില്ല. ബാബു ജോൺ പാസ് പോലെ പറയും, ഞാൻ എല്ലാം അറിഞ്ഞവനല്ല, എനിക്കറിവുള്ളത്, ഞാൻ പഠിച്ചത്, ഞാൻ പ്രാപിച്ചത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മാത്രമേ ഞാനും പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമസഭ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ മണവാളൻ വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുന്ന നിർമ്മല കന്യക സഭ. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ യേശുക്രിസ്തുവിനെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് നിർമ്മല കന്യക, ചേസ്റ്റ് വെർജിൻ, മനസ്സാ വാചാ കർമ്മണ ഒരു പാപത്തിലേക്കും പോകാതെ ഒരു അന്യപുരുഷനെയും ധ്യാനിക്കാതെ കർത്താവിനെ മാത്രം ധ്യാനിച്ച് മണവാളനെ മാത്രം ധ്യാനിച്ച് എന്നാണ് വിവാഹം നടക്കുന്നത്, എന്നാണ് ആ വിവാഹത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നത്, എന്നാണ് ഞങ്ങളുടെ മണിയറവാസം തുടങ്ങുന്നത്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്നാണ് എനിക്ക് ആശ്ചര്യമായി കിട്ടുന്നത് എന്നോർത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന, ഞരങ്ങുക എന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, സന്തോഷത്തിൻ്റെ ഞരക്കം. നേരത്തെ നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചല്ലോ,
ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എന്നെനിക്ക് കിട്ടും, എന്നെനിക്ക് കിട്ടും. ആ ഞരക്കം ഇന്നിപ്പോൾ തിന്നാനില്ല കുടിക്കാനില്ലെന്ന് പറഞ്ഞ ഞരക്കോ പെന്തക്കോസുകാർക്ക്. ഉദ്ദേശം പോലെ ഒന്നും കാര്യം നടക്കില്ലെന്നുള്ള ഞരക്കമാ പെന്തക്കോസുകാർക്ക്. എടാ തിന്നാനായി കിട്ടിയാലായി, ഇല്ലേലായി. ഒരു കാര്യം ഞാൻ പറയാം, ആദിയിലെ രാജ്യം നീതിയും അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കർത്താവ്, ഈ സഹോദരനോട് എപ്പോഴും പറയാറുണ്ട്, ഈ ദൈവരാജ്യം ദൈവനീതി അന്വേഷിച്ച് ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് നിൻ്റെ കുടുംബത്തിലെ കർത്താവ് തരുമെന്ന്. എനിക്കങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമുക്കുള്ളത് തരുമെന്ന്. കർത്താവ് ആർക്കും കടക്കാരനല്ല. ലോകം മുഴുവൻ കടം പേടിച്ച് കൂട്ടിയിട്ടിട്ട് അവൻ ആർക്കും കടക്കാരനല്ല. മിണ്ടി പോകരുത്. അവിടെ ഇവിടെ കണ്ട പട്ടിയോടും പൂച്ചയോടും എല്ലാം കാശ് പേടിച്ചിട്ടിട്ട് അവിടെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കാണ്ടിട്ട് പാടണം ഞാൻ ആ കർത്താവ് ആർക്കും കടക്കാരനല്ല. നീയോ? ഹല്ലേലൂയ. പാടുന്നതിലും പ്രവൃത്തിയും തമ്മിൽ ഒരുപോലെ പോണം ദൈവമക്കളെ. സ്നേഹം ഒഴികെ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ എനിക്ക് കിട്ടാനുണ്ട്, ഞാൻ ആർക്കും 5 പൈസ കൊടുക്കാനില്ല. ഈ തരുന്നവർ തന്നാ തന്നില്ലെങ്കിൽ ഇല്ല. അറബി ഭാഷയിൽ പറഞ്ഞ കല്ലി വല്ലി, മനസ്സിലായില്ലേ? അന്നാ തന്നില്ല ഇല്ലേ പോയി അവരോട് പോയി പീഡിപ്പിക്കാനോ കാശ് വെച്ചിട്ട് വേണം പോകാനും. എനിക്കറിയാം ഒരു പാസ്റ്റർ 9 ലക്ഷം രൂപ ഒരാൾ കൊടുക്കാനുണ്ട്. ഒരു സഹോദരൻ പ്രായമുള്ള അച്ചായൻ അവിടെ ചെന്ന് കാശ് എന്തെങ്കിലും ഞാൻ ജയിലിൽ കെട്ടുമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് 9 ലക്ഷം രൂപ ഈ സെൻട്രൽ പാസ്റ്ററിന് കൊടുക്കാനിടയിൽ. പാസ്റ്റർ കച്ചവടം നടത്താൻ കൊടുത്താൽ നഷ്ടം ഓരോരുത്തർ കൊടുത്തു തിരിച്ചു തന്നില്ലെങ്കിൽ മിണ്ടരുത്. അതാ പ്രമാണം. തന്നെങ്കിൽ പഠിച്ചോണം. ഹല്ലേലൂയ. പലിശയ്ക്ക് കൊടുക്കരുത്. ഈ പെന്തക്കോസ്ത് മാസ്റ്റർമാർ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നേ? മണിച്ചെയിൻ, ലോട്ടറി കച്ചവടം, തലക്കച്ചവടം, വണ്ടിക്കച്ചവടം, കിണ്ടിക്കച്ചവടം, ലോകത്തില്ലാത്ത എല്ലാ കച്ചവടങ്ങളും പാസ്റ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുക. ഞായറാഴ്ച വന്നിരുന്നുകൊണ്ട് ഓ എന്നും പറഞ്ഞ പ്രസംഗം, ഭയങ്കര പ്രസംഗം. ആര് കേൾക്കാൻ? ആരെ കേൾപ്പിക്കാൻ? വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, ജാതികളോട് ഇണയില്ലാപ്പട കൂടരുത്. ഇന്നലത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടോണേ എല്ലാവരും. നമുക്ക് നിത്യതയിൽ പോകാൻ പൗലൂസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ, അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. ഞാൻ ക്രിസ്തുവിൻ ഏകപുരുഷനെ നിങ്ങളെ നിർമ്മലയെ അന്വേഷിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. പൗലൂസിൻ്റെ ഡിക്ഷണറിയിൽ ഭയമെന്നുള്ളൊരു വാക്കില്ല. പക്ഷെ തന്നാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ പിശാചിൻ്റെ ചതിയിൽ കുടുങ്ങിപ്പോകുമോ എന്നൊരു ഭയമാണ് പൗലൂസിനുള്ളത്. എത്ര പാസ്റ്റർമാർക്കതുണ്ട്. ഞങ്ങളുടെ വിശ്വാസി ദുരുപദേശത്തിൽ പോയി വീടല്ലേ, ഞങ്ങളുടെ വിശ്വാസി നരകത്തിൽ പോകരുത്, ഞാനാൽ വചനം പ്രസംഗിച്ച് നടന്ന വിശ്വാസി നരകക്കുഴി പോകരുത്, അവൻ നശിച്ചു പോകരുത്, അവൻ കാഹളം ധരിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാണണം, അവൻ മരിച്ചു പോരായി ഉയർത്തെഴുന്നേറ്റ് വരണം, അവൻ ജീവനോട് ഇരുന്നാൽ രൂപാന്തരം പ്രാപിക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര പാസ്റ്റർമാരുണ്ട്? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, അവരോട് ഉണ്ടോ? പറയുന്നത് മുഴുവൻ ന്യായപ്രമാണം, പഠിപ്പിക്കൽ മുഴുവൻ സങ്കീർത്തനം. അവസാനം ആശീർവാദം പറയാൻ നേരത്ത് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളോടുകൂടി ഇരിക്കട്ടെ. അവസാനം കർത്താവിനെ ഒക്കെ പറയുന്നുണ്ട്. അതുവരെ പ്രസംഗം എന്താ? സങ്കീർത്തനം, ഭൗഷിക പ്രമാണം. ഇവിടെയാണ് ചതി നടന്നിരിക്കുന്നത്. ചതി. ഈ ചതി ഏതാണെന്ന് റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിച്ചു. ഇന്ന് രാവിലെ കർത്താവ് ഭാഗം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അടുത്ത് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് വർഷം ഉറച്ചു വായിക്കണം. റോമർ 7-ന്റെ 1 മുതൽ ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ ബ്രദറെ. റോമർ 1-ന്റെ സംസാരിക്കുന്നത് അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവർ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന്, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ
കർത്താവ് ഏത് പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചവനാ? ന്യായപ്രമാണത്തിലാണ്. കർത്താവിന് വേണ്ടി യാഗം കഴിക്കാൻ കൊണ്ടുപോയത് എന്താ? പ്രാവും കുഞ്ഞിനെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്തു ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. അടുത്തേ, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ വേറെ പുരുഷനായാൽ, അപ്പൊ ഇന്ന് കർത്താവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് വേറെ പുരുഷനായാൽ, കർത്താവിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് പോയാൽ നമ്മൾ ആരായി? വ്യഭിചാരിയായി. മനസ്സിലാവുന്നുണ്ടോ? പൗലോസിന്റെ ടീച്ചിങ് ഇതൊന്നും തലയിലോട്ട് കയറാത്ത വിഷയങ്ങളാ. ദൈവാത്മാവ് തരുമ്പോഴാണ് അതിന്റെ മർമ്മം നമ്മൾ മനസ്സിലാകുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ട്. ഭർത്താവ് മരിച്ചുവെങ്കിലോ ആയാൽ അപ്പൊ നമ്മുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി? അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിൽ നിന്ന് വരാതെ വണ്ണം ന്യായപ്രമാണം സ്വതന്ത്രരായി. നമ്മൾ ന്യായപ്രമാണം സ്വതന്ത്രരായി. അടുത്തേ, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുക. ഇതൊന്ന് മനസ്സിലാക്കണേ. ഒരു 100 പ്രാവശ്യം റോമർ 7:1 മുതൽ 6 വരെയുള്ള വാക്യം എടുത്ത് വായിച്ചോണം, എഴുതിയിട്ടിട്ട് വായിച്ചോണം, വായിച്ച് പഠിക്കണം. അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. കർത്താവിനോട് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം, ഈ മർമ്മം മനസ്സിലാക്കി തരണമേ. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും എഴുതുന്നതൊക്കെ ദൈവത്തിൻ്റെ മർമ്മങ്ങളാണ്. സാധാരണ ഒരു ഓർഡിനറി പാസ്റ്ററിന് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവരൊരു ദൈവമനുഷ്യനായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മാത്രമേ ഇത് ജനത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സഹോദരൻ വന്നവർ ഉഴപ്പന്മാർക്ക് ഇത് കിട്ടത്തില്ല. ഉഴപ്പി അടിച്ച് നടക്കുന്നവരിത് കിട്ടത്തില്ല. സ്വോത്രാഴ്ച മേടിച്ച് കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാസ്റ്ററിന് ഇത് കിട്ടത്തില്ല. തങ്ങളെ കേൾപ്പിച്ച് കിട്ടിയ ജനത്തെ നിത്യതയ്ക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശുദ്ധമായി ജീവിച്ച് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിച്ച് ജനത്തിന് കൊടുത്ത് വളർത്തിയെടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. 5-ാം വാക്യം, റോമർ 7:5. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം എത്ര വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. നാം ജഡത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യായപ്രമാണത്തിനുള്ളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു. ഇപ്പോഴോ നമ്മൾ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്ക കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായി. പഴയ നിയമത്തിന്റെ പഠിപ്പിക്കലാണ് ഇത്രയും ദോഷം വരുത്തി വെച്ചത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പാസ്റ്റർ വന്ന പ്രസംഗം എന്താണെന്നറിയാം? എസ്തേർ, മൊർദെഖായി അറിയാമല്ലോ, പിന്നെ എതിർകക്ഷി ഹാമാൻ, അവൻ്റെ മക്കൾ പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ ദൈവം നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ തകർക്കുവാൻ തക്കവണ്ണം എസ്തേറിനും മൊർദെഖായിക്കും വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഹാമാനെ കഴുവരത്തിൽ തൂക്കിയതുപോലെ നിനക്കെതിരെ നിൽക്കുന്ന അയൽവാസിയെ, നിന്റെ ശത്രുവിനെ തൂക്കുന്നൊരു ദൈവത്തെയാണ് പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വൽക്കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരു പോഷത്വമാണ്! കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പ്രമാണമുള്ള ഉപദേശം എന്നീ പ്രസംഗിക്കുന്ന ഓർത്തോണം. സഭ എവിടെ കിടക്കുന്നു? ഇവിടെ ബാബുച്ചെറിയാൻ പാസ്റ്റർ പ്രസംഗിച്ചൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. ഒരു സങ്കീർത്തനശീല് ബാബുച്ചെറിയാൻ വായിച്ച് പ്രസംഗിച്ചു സഭയിൽ. അതുകൊണ്ടാണ് ഞാൻ സങ്കീർത്തനം പഠിപ്പിക്കാതെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ നിങ്ങൾ പുതിയ നിയമം പഠിപ്പിക്കുന്നു പറയുന്നതിൻ്റെ കാര്യം. പുള്ളി വായിച്ച സങ്കീർത്തനത്തിൽ എതിരെ പ്രാർത്ഥിക്കാനായിട്ടുള്ള വാക്കുകൾ കൊട്ടേഷൻ ഉണ്ടായിരുന്നത്. പുള്ളി എന്ത് ചെയ്യുമെന്നറിയോ? അത് പ്രസംഗിച്ച് പഠിപ്പിച്ചതിന് ശേഷം സഭായോഗത്തിന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വൈകുന്നേരം ഹൗസ് വിസിറ്റിങ്ങിന് പാസ്റ്റർ അവിടെ ചെന്നപ്പോൾ അയൽവാസി മുടിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി കയറി ചെന്നിട്ട് ചോദിച്ചു, എന്താ പാസ്റ്റർ, എന്ത് ഈ പ്രാർത്ഥന? അല്ല അവൻ നശിച്ചു പോകാൻ അല്ല പാസ്റ്ററല്ലേ ഇന്ന് രാവിലെ വായിച്ച് കേൾപ്പിച്ചേ. സങ്കീർത്തനത്തിലൊരു ആശയം അതുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ? മത്തായി 5 വായിച്ച് പഠിച്ചെങ്കിലോ പ്രസംഗിച്ചെങ്കിലോ
പുതിയ നിയമം പഠിപ്പിച്ചെങ്കിലോ, പത്യോവചനം പത്യോപദേശം പഠിപ്പിച്ചെങ്കിലോ, ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയെ പഠിപ്പിച്ചെങ്കിലോ, ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയെ പഠിപ്പിച്ചെങ്കിലോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിച്ചെങ്കിലോ? ആദ്യത്തെ സഭ ഏതാ? മർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് മുമ്പോട്ട് വന്ന 120 പേർ, അതാണല്ലോ ആദ്യത്തെ സഭ. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് പ്രവൃത്തി 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായി മരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകും. എന്താ ഇതില്ലാത്ത? അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് പ്രാർത്ഥനയും ഉപവാസവും ഉപവാസം ഉപവാസം ഉപവാസം, പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന, കൂട്ടായ്മ കൂട്ടായ്മ കൂട്ടായ്മ, ഒരു ഗുണവുമില്ല. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട, വല്ല ഗുണമുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, കർത്താവിൻ്റെ വരവായി നിർമ്മല കന്യകയായി നാം ഒരുങ്ങി നിന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാൻ പറ്റുകയില്ല. പ്രിയ സഹോദര, നിർമ്മല കന്യകയായ ഒരു ഗ്രൂപ്പിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഞാനും നിങ്ങളും നിർമ്മലന്മാരായി ജീവിക്കണം. എഫേസ്യ ലേഖനം 1:4 വായിച്ചേ. എഫേസ്യ ലേഖനം 1:4.